ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേദനിക്കുന്ന ദൈവമക്കളോട് പ്രത്യേകമായ ഒരു അലിവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വചനം പഠിപ്പിക്കുന്നു, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് ആനിയമ്മ ആന്റണി, മണിമലയാണ് സ്ഥലം. മണിമല. അവിടുന്ന് ഇന്നും ധാരാളം ആളുകൾ. എനിക്ക് 5 വർഷത്തോളമായി അലർജിയുടെ അസുഖമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എനിക്ക് മരുന്നുകൾ അലർജി ആയതാണ്. ആദ്യമൊക്കെ ചില മരുന്നുകളെ ഉള്ളായിരുന്നു. പിന്നീട് എല്ലാ മരുന്നും അലർജിയായി ഒരു വായു ഗുളിക പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. കഴിച്ചാൽ എന്താ കുഴപ്പമുണ്ടാകണത്? ദേഹമെല്ലാം ചൊറിഞ്ഞു തടിച്ച് നീര് വയ്ക്കുമായിരുന്നു. ദേഹമെല്ലാം ചൊറിഞ്ഞ് വീർത്ത് എന്താ ശരീരം ഇങ്ങനെ വാഴത്തട വീർത്ത് വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പല ആശുപത്രികളിലും പോയി, എങ്കിലും എനിക്കൊരു ചികിത്സയും നൽകിയില്ല. രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് മാത്രം ഡോക്ടർമാർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഇടവകയായ മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനം വരികയും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിയുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി 5ാമത്തെ ദിവസം ധ്യാനം തീരുന്നയെന്ന് ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ചു പറഞ്ഞു, മരുന്നൊന്നും കഴിക്കുവാൻ കഴിയാതെ വിവിധ ആശുപത്രികളിൽ പോയി ഫലമില്ലാതിരുന്ന ഒരാളെ കർത്താവ് മരുന്ന് കഴിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു എന്ന്. അത് ഞാനായിരുന്നു. ആ സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുകയും ശരീരത്തിൽ തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ അന്ന് വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പനി ഉണ്ടാകുകയും ഞാൻ മരുന്ന് കഴിക്കുകയും ചെയ്തു. എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നീട് പല പ്രാവശ്യം ഞാൻ മരുന്ന് കഴിച്ചു. എനിക്ക് ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടല്ല. 5 വർഷമായിട്ടുള്ള അലർജി രോഗമാണ്. അതങ്ങോട്ട് കർത്താവ് തത്സമയം എടുത്തു മാറ്റി അങ്ങ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെല്ലാം യേശുവിന്റെ നാമത്തിൽ ദൈവജനം ഒരുമിച്ച് കൂടുന്നുവോ, എവിടെയെല്ലാം യേശുവിന്റെ വചനങ്ങൾക്കായി ദൈവജനം ഒരുമിച്ച് കൂടുന്നുവോ, അവിടെ യേശുവിന് ജനക്കൂട്ടങ്ങളോട് അനുകമ്പയുണ്ട്. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നാം ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ടാണ് നാം ഇരിക്കുന്നതെങ്കിലും വലിയൊരു ജനതതി കർത്താവിനെ ആരാധിക്കുന്ന സമയമാണിത്. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലിയ സ്നേഹത്തോടെ ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ കർത്താവേ. ബാലികാ ബാലന്മാർ, യുവതി യുവാക്കന്മാർ, രോഗികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ ഇപ്പോൾ കർത്താവെ അങ്ങേ ആരാധിക്കുകയാണ്.
കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കം സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഓ യേശുവേ, ഓ രാജാവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന, കരങ്ങളടിച്ച് ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 യേശു രാജാവേ, ആരാധന, ആരാധന, രക്ഷിതാവേ, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, Power. ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ശക്തി. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ശക്തി, ശക്തി. സത്യസ്വരൂപനെ ആരാധിക്കുന്നു, Power, power. കർത്താധികർത്തനെ ആരാധിക്കുന്നു, അഭിഷേകം. സത്യസ്വരൂപനെ ആരാധിക്കുന്നു, കർത്താധികർത്തനെ ആരാധിക്കുന്നു, സ്വാതന്ത്ര്യത്തോടെ ആരാധന, Power. സ്തുതി, ആരാധന, ആരാധന, എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 രാജാവേ, സ്തുതി, ആരാധന, ആരാധന, ജീവിക്കുന്ന കർത്താവേ, ആരാധന, 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 എല്ലാ രോഗങ്ങളും സമർപ്പിക്കുന്ന കർത്താവേ. ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങളെല്ലാം സമർപ്പിച്ച്, ക്ഷീണങ്ങൾ സമർപ്പിച്ച്, ദുഃഖങ്ങൾ സമർപ്പിച്ച്, കണ്ണുനീര് സമർപ്പിച്ച്, കുടുംബ പ്രശ്നങ്ങൾ സമർപ്പിച്ച്, ഈ ക്ഷീണങ്ങളെല്ലാം സമർപ്പിച്ച്, ഉറക്ക ചടവ് സമർപ്പിച്ച്, ശാരീരിക ക്ലേശങ്ങൾ സമർപ്പിച്ച്, ദൈവമക്കളെ ഇപ്പോൾ ഇത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ ബാലികാ ബാലന്മാരുടെ മേൽ നിറയണമേ, ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ നിറയണമേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറയണമേ, ഈ രോഗികളുടെ മേൽ നിറയണമേ, ഈ സഹോദരി സഹോദരന്മാരുടെ മേൽ നിറയണമേ. ഇപ്പോൾ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവ്, ദൈവ ആരാധനയുടെ ആത്മാവ് ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ, ഈ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഈ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എന്നതിനെ കുറിച്ചാണ്. ഒരു യുഗം നമ്മൾ വിട്ട് അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കണം. ഇത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലും സത്യത്തിൽ എല്ലാ തരത്തിലുള്ള ജീർണതയിൽ നിന്നും, അരിഷ്ടതകളിൽ നിന്നും, അരക്ഷിതാവസ്ഥയിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്കതിന് കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വഴികളെ നാം അറിയുന്നില്ല. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരോ, അവൻ നടക്കേണ്ട വഴി അവിടുന്ന് അവന് കാണിച്ചു കൊടുക്കും, അവൻ ഐശ്വര്യത്തിൽ വാഴും, അവൻ്റെ മക്കൾ ഭൂമി അവകാശമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. അത് ദൈവം ഈ ഭൂമിയിൽ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കും അത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ, ഒരു കുടുംബത്തിൽ തകർച്ചയുണ്ടായാൽ, ഒരു കടബാധ്യത ഉണ്ടായാൽ, പ്രാർത്ഥിക്കാൻ പറ്റാതെയായാൽ, കുടുംബത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ആ ദൈവ പൈതൽ എന്തു ചെയ്യണം? ദൈവം അവിടുത്തെ വഴികൾ, അവിടുത്തെ പ്രിയ ദാസന്മാർക്ക്, പ്രവാചകന്മാർക്ക്
അവിടുത്തെ ഉടമ്പടി പൈതലിന് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് അതിനെക്കുറിച്ചാണ് വിശുദ്ധ ലിഖിത പ്രകാരം ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ തരത്തിലുള്ള അരക്ഷിത അവസ്ഥകളിൽ നിന്ന് ആ ദൈവ പൈതൽ ഈ ഭൂമിയിൽ സംരക്ഷണം പ്രാപിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിന് കർത്താവ് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശ പ്രവാചകനെ വിളിച്ച് ഫറവോയുടെ കീഴിലുള്ള ദൈവജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിമോചകനായി ഈജിപ്ത് ദേശത്തുള്ള ഇസ്രായേൽ ജനങ്ങളുടെ പക്കലേക്ക് അയക്കുകയാണ്. അപ്പോൾ മോശ പ്രവാചകൻ ഒരുപാട് സംശയങ്ങളുണ്ട്, കൺഫ്യൂഷൻസ്. കർത്താവിനോട് മോശയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ അവിടെ ചെന്നാൽ ഞാൻ കർത്താവിൻ്റെ ആളാണെന്ന് ഫറവോ എങ്ങനെ അറിയും? ഫറവോ എനിക്ക് വിട്ടുതരുമോ? എനിക്കുള്ള ശക്തിയുണ്ടോ? ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ദൈവം അതിനെല്ലാത്തിനും കൂടി ഒരു മറുപടി, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ പ്രവർത്തിക്കും, ഞാൻ ജനത്തെ നയിക്കും എന്നതെല്ലാം ഒരു അടയാളം കർത്താവ് മോശയ്ക്ക് കൊടുക്കുകയാണ്. അതാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുക, ഇത് ദൈവജനത്തിന്റെ മുഖമുദ്രയാണ്. ദൈവം കൂടെയുണ്ട്, ദൈവമാണ് അയക്കുന്നത്, ദൈവമാണ് നയിക്കുന്നത്, ദൈവമാണ് എല്ലാം വിടുവിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അടയാളം ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തലമുറയിൽ ദൈവ ആരാധന, ദൈവത്തെ ആരാധിക്കുക, ഇതിനെക്കുറിച്ച് ദൈവമക്കൾക്ക് തിരിച്ചറിവില്ല. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് ഇതിനെക്കുറിച്ച് കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷീയവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് മാരക വ്യാധികൾ ഒഴിഞ്ഞു പോകാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പകർച്ചവ്യാധികൾ വിട്ടുപോകാൻ, പനികളും പരുക്കളും വൈറസ് രോഗങ്ങളും പൂപ്പൽ രോഗങ്ങളും ഒരുപാട് തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളും ഇതെല്ലാം കുടുംബത്തിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകാൻ വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് കർത്താവ് ഒരു കൽപ്പന നൽകിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കാമോ? ആരാധിക്കുകയാണെങ്കിൽ നല്ലതാണ്, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ എല്ലാ എതിർ ശക്തികളും കുടുംബത്തിൽ നിന്ന് വാലും പൊക്കിക്കൊണ്ട് ഓടും എന്ന് തന്നെയാണ് വിശുദ്ധയിലേക്ക് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. വചനം പഠിപ്പിക്കുകയാണ്, അപ്പോൾ രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല, മൂപ്പത്താത്ത മരണങ്ങൾ വിട്ടുപോകും. ഇതെല്ലാം കർത്താവ് വാക്ക് നൽകിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ലില്ലി. തൊടുപുഴ കലൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. ഞാൻ 35 വർഷമായി ഒരു വലിവ് രോഗിയായിരുന്നു. മാറി മാറി അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഈ വക ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് 3-4 പ്രാവശ്യം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ആഴ്ചകളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയും ചെയ്തു. ഇങ്ങനെ 35 വർഷമായി ചികിത്സയും ആശുപത്രിയുമായി കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവസാനം സ്പ്രേ ഉപയോഗിക്കാൻ
ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഒരു സ്പ്രേക്ക് 450 ഉറുപ്പിക വില. ഒരു ദിവസം പല പ്രാവശ്യം സ്പ്രേ ചെയ്യേണ്ട സ്ഥിതി. ഇതിനിടയ്ക്ക് ഞാൻ പല ധ്യാനങ്ങളും കൂടാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 നവംബർ 26 മുതൽ 30 വരെ കോതമംഗലത്ത് നടന്ന അട്ടപ്പാടി അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ സേവ്യറച്ചനും ടീമംഗങ്ങളും നടത്തിയത്. ആ കൺവെൻഷനിൽ ദൈവസ്തുതിപ്പിൻ്റെ ഒരു മഹാവിസ്മയമായിരുന്നു. 10,000കണക്കിന് ജനങ്ങൾ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. ഞാൻ കൈകൾ ഉയർത്തി സർവശക്തിയോടും കൂടെ കർത്താവിനെ ആരാധിച്ച് സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ 2 കൈയിലും പൊടിമഞ്ഞ് വീഴുന്ന ഒരു തണുപ്പിൻ്റെ അനുഭവം ഉണ്ടായി. വീണ്ടും സ്തുതിച്ചു കൊണ്ടിരുന്നു. അപ്പോഴും കയ്യിൽ വെള്ളത്തുള്ളികൾ വീഴുന്നത് പോലൊരു അനുഭവം എനിക്കുണ്ടായി. എന്തായാലും അന്ന് രാത്രി 35 വർഷം പഴക്കമുള്ള എൻ്റെ വലിവ് ആസ്മ രോഗങ്ങൾ വിട്ടുപോയി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് മരുന്നോ ട്രീറ്റ്മെൻറ്റോ സ്പ്രേയോ ഇതൊന്നും അവലംബിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിച്ച് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2011 കോതമംഗലത്ത് നടന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ വലിയ സ്തുതിപ്പിൻ്റെയും ദൈവ ആരാധനയുടെയുമായ ഒരു ദൈവവചന ശുശ്രൂഷയായിരുന്നു. ഏതാണ്ട് 100,000-ഓളം ആളുകൾ ഒരുമിച്ച് ശക്തിയോടെ സ്തുതിക്കുമ്പം ഈ പ്രിയപ്പെട്ട ദൈവ പൈതലും കർത്താവിനെ വലിയ അത്ഭുതം കർത്താവ് അവിടെ ചൊരിഞ്ഞു കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മോശയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, പുറപ്പാടിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, എന്നെല്ലാം ദൈവമക്കളുണ്ടോ, എന്നെല്ലാം ഈ ലോകമുണ്ടോ, അന്നെല്ലാം ഈ ഉടമ്പടി അന്വർത്ഥമാണ്. ഈ ഉടമ്പടി പ്രകാരം കർത്താവ് പ്രവർത്തിക്കും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുതുതലമുറയ്ക്ക് ദൈവ ആരാധനയുടെ വില അറിയില്ലാത്തത് കൊണ്ട് ഇന്ന് സന്ധ്യാ പ്രാർത്ഥനകൾ ദുർബലമാവുകയാണ്. രാത്രിക്ക് കുടുംബത്തിലിരുന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്നതിനുള്ള ഉത്സാഹം കുടുംബങ്ങളിൽ നിന്ന് കുറഞ്ഞു വരികയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോയി കൈയടിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാനുള്ള ഉത്സാഹം പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ കുറഞ്ഞു വരികയാണ്. ദേവാലയങ്ങളിലും സമൂഹങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തിയുടെ സ്വകാര്യ ജീവിതങ്ങളിലും ദൈവത്തെ പാട്ടുപാടി ആരാധിക്കുക, കൈയടിച്ച് ആരാധിക്കുക, സ്തുതിച്ച് ആരാധിക്കുക, ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് സാത്താൻ കൗശലപൂർവം പല തിരക്കുകളുടെ പേരിൽ ഇന്ന് ദൈവമക്കളെ വളരെ കൗശലപൂർവം അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, വ്യതിചലിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൈവിട്ടു പോകുന്നത്, കൈമോശം വന്നു പോകുന്നത് വലിയ അടിസ്ഥാനപരമായ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദൈവം കാണിച്ചു തന്ന വഴികളാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ജനിക്കുന്ന കാലഘട്ടങ്ങളിലും സ്തുതിപ്പിന്റെ ജീവിതം നയിച്ചിരുന്ന അനേക ദൈവമക്കളുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായി വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. 84 വയസ്സായ ഈ വിധവ, ഈ ദൈവ പൈതൽ രാപകൽ ദേവാലയം വിട്ടുപോകാതെ ദൈവത്തെ സ്തുതിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ഇന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ ധാരണയുണ്ട്, ഇത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുതിയ പ്രാർത്ഥനയാണ്, ഇത് കരിസ്മാറ്റിക്കുകാരുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഇത് പന്തക്കൊസ്തക്കാരുടെ പ്രാർത്ഥനയാണ്. പ്രിയ ദൈവ പൈതലേ, നീ തെറ്റിദ്ധരിക്കരുത്, നീ വഞ്ചിതനാകരുത്. ഇത് കരിസ്മാറ്റിക്കുകാരുടെ ഉണ്ടാക്കിയ പ്രാർത്ഥനയോ ഇത് പന്തക്കൊസ്തക്കാരുണ്ടാക്കിയ പ്രാർത്ഥനയോ അല്ല. ഇത് പിതാവായ ദൈവം രൂപപ്പെടുത്തി ആദ്യം സ്വർഗത്തിലെ മാലാഖമാരെ ഇത് പഠിപ്പിച്ചു. മാലാഖമാർ അനവരതം ഹല്ലേലൂയ ഗീതികളാൽ ദൈവത്തെ ആരാധിക്കുന്നു. തുടർന്ന് ഭൂമിയിൽ ദൈവം തനിക്കായി സ്വന്തം ജനത്തെ രൂപപ്പെടുത്തിയപ്പോൾ ദൈവജനത്തെ പുറപ്പാടിന്റെ കാലം തൊട്ട് ആദ്യ കാലം തൊട്ട് ദൈവജനത്തെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം പഠിപ്പിച്ചു.
സഭയെ രൂപപ്പെടുത്തിയപ്പോൾ ദൈവ ആരാധന സഭയെ ദൈവം പഠിപ്പിച്ചു. അതുകൊണ്ട് സഭയുടെ സീക്രട്ട് ലിറ്റർജി, സഭയുടെ ആരാധനക്രമങ്ങളിൽ ദൈവാരാധനയും ദൈവസ്തുതിപ്പിന്റെയും ഗീതങ്ങളുടെയും കീർത്തനങ്ങളുടെയും വലിയ ഒരു താഴ്വര തന്നെ ഓരോ പ്രാർത്ഥനകളിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൽ 52, 53 തിരുലിഖിതങ്ങൾ. ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ ശ്ലീഹന്മാർ ചെയ്ത രീതിയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 12, 13 തിരുലിഖിതങ്ങൾ വായിക്കുകയാണ്. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോസ്തലന്മാർ ഈശോ സ്വർഗത്തിലേക്ക് പോയി ഉടനെ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവർ അവലംബിച്ചത് സദാസമയവും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവ പൈതലാണോ? അതിൽ അഭിമാനം കൊള്ളണം. പ്രിയ ദൈവ പൈതലേ, ഒരുപക്ഷെ നീ ഇതുവരെ ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ അതിനുള്ള മനസ്സ് വെക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? വിഷമിക്കരുത്. ഇന്ന് നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഓ അത്ഭുത ശക്തിയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവാണ് ദൈവത്തെ ആരാധിക്കാൻ സഹായിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തെ സ്തുതിക്കാൻ സഹായിക്കുന്ന ആത്മാവ്. ദൈവാരാധനയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. ആരാധന, ആരാധന. പവർ, പവർ. ആരാധന, ആരാധന. ഹോളി സ്പിരിറ്റ്. ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും ആത്മാവിനാരാധന. ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും ആത്മാവിനാരാധന. കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. പറയണമേ. ആരാധന, ഈ സമൂഹം മുഴുവന്റെ മേൽ കത്തി പടരണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ആരാധിക്കുന്നു. അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. സ്വരൂപനെ ആരാധിക്കുന്നു. ഉന്നതനായോനെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്വരൂപനെ ആരാധിക്കുന്നു. ഉന്നതനായോനെ ആരാധിക്കുന്നു. നന്നായി കൈയടിച്ച് ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. സ്തുതി, ആരാധന, ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തെ ആരാധിക്കാൻ ആത്മാവിനെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ നിവേശിപ്പിക്കണമേ. കർത്താവേ, ഈ ജഡത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിക്കണമേ. ദൈവത്തെ ആരാധിക്കാൻ, ബലിയർപ്പിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവിക മാർഗങ്ങളിൽ വ്യാപരിക്കാൻ, പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാൻ, സന്ധ്യാപ്രാർത്ഥന ശരിക്കും ചെയ്യാൻ, അതരം തുറന്ന് പ്രാർത്ഥിക്കാൻ, ഉറക്കെ പാടാൻ കൃപ ഈ സമൂഹത്തിലേക്ക് നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം 14-ാം തിരുലിഖിതം. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടികൾ അവരെ അറിയിക്കുന്നു. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 1-ാം തിരുലിഖിതം, എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമായവനെ ഞാൻ അങ്ങയെ വിളിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. എല്ലാം മറന്ന് രക്ഷിതാവായ കർത്താവിനെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. മനസ്സ് തുറന്ന് ഉറക്കെ യേശുവേ, രക്ഷിതാവേ, ദൈവമേ, നീ എന്നും മതിയായവൻ. കർത്താവേ,